നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യ. സ്കൂളിനെതിരെ പ്രതിഷേധം. SFIയും MSFും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം. തേജസ് ആത്മഹത്യ ചെയ്തത് അവധിക്കാലത്തെന്നും അന്വേഷണം നടത്തി കാരണം കണ്ടെത്തണമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ. മരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമമെന്നും പ്രിൻസിപ്പൽ. വല്ലപ്പുഴയിൽ മിനി ലോറി മരത്തിലിടിച്ച അപകടം. ഡ്രൈവർ മരിച്ചു. കുറുവട്ടൂർ സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. വണ്ടി ഓടിക്കുമ്പോൾ ഹൃദയാഘാതമുണ്ടായതെന്ന് സംശയം. വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കും ഒടുവിൽ മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം ശനിയാഴ്ച പൊളിക്കും. ബസ് സ്റ്റാൻഡിലെ സ്ഥല പരിമിതിക്കും കെട്ടിടം പൊളിക്കുന്നതോടെ പരിഹാരമാകും. UDF ഭരിക്കുന്ന കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ താൽക്കാലിക വാച്ചർ നിയമനത്തിൽ ക്രമക്കേടെന്ന ആരോപണവുമായി BJP. നടപടിക്രമങ്ങൾ പാലിക്കാതെ ഭരണസമിതിയുടെ ആളുകളെ തിരികെ കയറ്റി. ആദിവാസി ഉന്നതിയിൽ നിന്ന് ഒരാളെയെങ്കിലും പരിഗണിക്കണമെന്ന് നേതാക്കൾ. വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യയിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന SFI പ്രവർത്തകർ സ്കൂൾ കോമ്പൗണ്ടിലാണ് പ്രതിഷേധ യോഗം നടത്തിയത്. കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് സ്കൂൾ അധികൃതർ രേഖാമൂലം ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. എട്ടാം ക്ലാസ് വിദ്യാർത്ഥി തേജസ് ജീവനൊടുക്കിയതിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ മാർച്ച് വൻ പ്രക്ഷോഭമായി മാറി. സ്കൂൾ കവാടത്തിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടന്ന SFI പ്രവർത്തകർ സ്കൂൾ കോമ്പൗണ്ടിൽ ശക്തമായ ഉപരോധത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കി. പ്രതിഷേധ സമരം SFI മലപ്പുറം ജില്ലാ സെക്രട്ടറി ആദിൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് സിനാൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി യദു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുജിൻ, ഗോകുൽ, സ്നേഹ, ഉനേസ് തുടങ്ങിയവർ സംസാരിച്ചു. തേജസിന്റെ ആത്മഹത്യയിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് സ്കൂൾ അധികൃതർ രേഖാമൂലം ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. PTA ഭാരവാഹികൾ, അധ്യാപക പ്രതിനിധികൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവരടങ്ങിയ പ്രത്യേക ആഭ്യന്തര അന്വേഷണ സമിതിയെ നിയോഗിക്കാനും തീരുമാനമായി. 10 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുകയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സ്കൂൾ അധികൃതർ ഉറപ്പു നൽകിയതായി SFI നേതാക്കൾ പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളുമായിട്ടാണ് ചർച്ച നടത്തിയത്. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രിൻസിപ്പൽ അംഗീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥിയെ ഈ ക്യാമ്പസിനകത്ത് പ്രവേശിപ്പിച്ചിട്ടില്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള MSc വിഷയവുമായി ബന്ധപ്പെട്ട പരീക്ഷ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്നുള്ള വിവരവും ഇവർ അംഗീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തിയതിന്റെ ഭാഗമായി നമ്മൾ ആരോപണ വിധേയമായിട്ടുള്ള അധ്യാപകർക്ക് മെമ്മോ നൽകാൻ ഒരു 10 ദിവസത്തിനകം ഇവരൊരു ഇന്റേണൽ കമ്മിറ്റി, ഇവിടെ PTA, അതുപോലെ തന്നെ മാനേജ്മെന്റ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകർ തുടങ്ങിയിട്ടുള്ളൊരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കുന്നതിനും ഈ അധ്യാപകരുമായിട്ട് അവരുടെ അഭിപ്രായം കേൾക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് SFIയുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് നൽകിയിട്ടുള്ളത്. അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും മറുപടി തൃപ്തികരമല്ലെങ്കിൽ കർശനമായ നിയമ നടപടികൾക്കായി ശുപാർശ ചെയ്യുമെന്നും SFI പ്രവർത്തകരുമായി മാനേജ്മെന്റ് നടത്തിയ ചർച്ചയിൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. സ്കൂളിലേക്ക് MSF മാർച്ച് നടത്തി. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിദ്യാർത്ഥിയുടെ ജീവനെടുത്തതറിഞ്ഞില്ലേ?
പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യയിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് MSF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ബാരിക്കേഡുകൾ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. റോഡ് ഉപരോധിച്ച സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കുറ്റക്കാരായ അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ കടുത്ത സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും MSF നേതാക്കൾ പറഞ്ഞു. അധ്യാപകരുടെ ഭാഗത്തുനിന്നും സ്കൂൾ മാനേജറിന്റെ ഭാഗത്തുനിന്നുമില്ല വലിയ വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഒരു കുട്ടിയുടെ മരണം കഴിഞ്ഞതിന് ശേഷം പോലും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നില്ല ഒരു മെസ്സേജോ കാര്യങ്ങളോ മറ്റൊന്നും പോയിട്ടില്ല. അതിലൊക്കെ വലിയ ദുരൂഹത ആ കുടുംബത്തിനുണ്ട്. ആ കുടുംബത്തിന്റെ ദുരൂഹതയെ പുറത്ത് മാത്രമാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും കെട്ടിച്ചമച്ച വാർത്തകളല്ല. ഒരു അച്ഛനും ഒരു അമ്മക്കും വന്ന വേദനയുടെ ഭാഗമായിട്ടാണ് MSF ഇവിടെ നിലകൊണ്ടിട്ടുള്ളത്. ഈ അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട് ഈ വിദ്യാർത്ഥിക്കും വേണ്ടിയിട്ടുള്ള ഒരു കുരുന്നു ജീവന് വേണ്ടിയിട്ടുള്ള സമര പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിൽ നടന്നത്. ഇത് വെറും ഒരു പ്രതിഷേധം മാത്രമായിട്ടാണ് നടന്നിട്ടുള്ളത്. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിനൊന്നും പരിഹാരം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിന്റെ അകത്തളത്തിൽ കയറിയിട്ട് തന്നെ MSFന്റെ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് തന്നെ നടക്കുന്നുള്ളത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. MSFന്റെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇവിടുത്തെ അധികാരികളും പോലീസും ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉടൻ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് നീങ്ങും. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതൽ പരാതികളും അതുപോലെ പുതിയ സർക്കാർ വരാൻ പോവാണ്. ഉന്നതപ്പെട്ട അധികാരികൾക്കും ആഭ്യന്തര വകുപ്പിനൊക്കെ ഉടൻ പരാതികളുമായിട്ട് MSF മുന്നിൽ തന്നെ ഉണ്ടാകും. ആ മാതാപിതാക്കൾക്കും ആ കുട്ടിക്കും ഓരോ വിദ്യാർത്ഥികൾക്കും പ്രസന്റേഷൻ സ്കൂൾ ഉൾപ്പെടെ പെരിന്തൽമണ്ണയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് MSF എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന കാലത്തും MSF ഉണ്ടാവും എന്നുള്ളത് ഉറപ്പിച്ച് പറയാണ്. മുനിസിപ്പൽ MSF പ്രസിഡന്റ് ഹുദൈഫ, സെക്രട്ടറി അൻസാർ, ഭാരവാഹികളായ അഷ്ഫാഖ്, റിഷാം, അസ്ലഹ്, നിയോജകമണ്ഡലം MSF ഭാരവാഹികളായ ഹംദാൻ, ആദിൽ റിഷൂഖ്, ജില്ലാ പ്രവർത്തക സമിതി അംഗം ആദിൽ ഇടുവമ്പൽ, മറ്റ് ഭാരവാഹികളായ യാസിർ, നസീഫ്, നാഷിദ്, ബാസിദ്, സിൽജാസ്, മുസ്ലിം ലീഗ് നേതാക്കളായ പച്ചേരി ഫാറൂഖ്, ഹബീബ് മണ്ണേങ്ങൽ എന്നിവരും യൂത്ത് ലീഗ് നേതാക്കളായ റാഷിഖ്, ബാസിംഗ്, ഹഫാർ തുടങ്ങിയവരും സമരത്തിന് നേതൃത്വം നൽകി. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സ്കൂളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ സമഗ്ര അന്വേഷണം നടത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി തേജസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സ്കൂളിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രതിഷേധക്കാർ ഉപരോധിച്ചു. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങൾ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് അമീൻ യാസിർ, KP ഹാദി ഹസൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജില്ലാ സെക്രട്ടറി മാഹിർ VK, ഷമീം ഫർഹാൻ, മണ്ഡലം നേതാക്കളായ അഷ്ഫാഖ് പൂപ്പലം, ഖുറം മുറാദ്, യാസീൻ വാണിയമ്പലം, യാസീൻ ചെറുകോട് എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. മോറൽ സയൻസ് വിഷയത്തിൽ വീണ്ടും പരീക്ഷ എഴുതിച്ചതും മരിച്ച വിദ്യാർത്ഥിയുടെ TCയിൽ റെഡ് മാർക്ക് രേഖപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതും വിദ്യാർത്ഥി വിരുദ്ധ നടപടിയാണെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് നേതാക്കൾ പറഞ്ഞു. സ്കൂളിനും മാനേജ്മെന്റിനും എതിരെ ശിരോവസ്ത്ര നിരോധനം ഉൾപ്പെടെ നേരത്തെയും നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. തേജസിന്റെ നീതി ഉറപ്പാക്കും വരെ സമരരംഗത്തുണ്ടാകുമെന്നും നേതാക്കൾ അറിയിച്ചു. വിദ്യാർത്ഥിയുടെ പിതാവ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ സുതാര്യവും കാര്യക്ഷമവുമായ അന്വേഷണം ഉടൻ ആരംഭിക്കണമെന്നും ഫ്രറ്റേണിറ്റി നേതാക്കൾ ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണയിൽ സ്കൂൾ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി സ്കൂൾ അധികൃതർ. സ്കൂൾ അവധിക്കാലത്താണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. സ്കൂൾ അടച്ചതിനു ശേഷം അധ്യാപകരുമായോ സ്കൂളുമായോ കുട്ടി ബന്ധം പുലർത്തിയിരുന്നില്ല എന്നും മരണത്തിൽ അധ്യാപകരായ തങ്ങൾക്കും ദുഃഖമുണ്ടെന്നും പ്രിൻസിപ്പാൾ ജിസ്മി തോമസ് പറഞ്ഞു. മരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വ്യാജ പ്രചരണം നടത്തുകയാണെന്നും അന്വേഷണം നടത്തി മരണത്തിന് കാരണം കണ്ടെത്തണമെന്നും പ്രിൻസിപ്പാൾ ജിസ്മി തോമസ് പറഞ്ഞു. ഈ ഒരു സംഭവം സ്കൂളിൻ്റെ ഒരു അവധിക്കാലത്താണ് ഇത് സംഭവിച്ചത്. അത് തേജസ് എന്ന് പറയുന്ന മോൻ്റെ മരണം ഞങ്ങൾ അറിഞ്ഞ പാടെ തന്നെ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് തേജസിൻ്റെ ഫാദറിനെയും മദറിനെയും
ഫാദർ ഒത്തിരി അതീവ സങ്കടത്തിലായിരുന്നു. അതിൽ ഞങ്ങൾ ഹൃദയംഗമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരോട് ഞങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അന്നത്തെ ദിവസം തന്നെയായിരുന്നു തേജസിൻ്റെ ഫ്യൂണറൽ. അതിന് ഞങ്ങളും സിസ്റ്റേഴ്സും ഹെഡ് മിസ്റ്റേഴ്സും പ്രിൻസിപ്പളും PTA അംഗങ്ങളും പിന്നെ ഇപ്പം അവധിക്കാലം ആയതുകൊണ്ട് ഉണ്ടായിരുന്ന വീടുകളിലുണ്ടായിരുന്ന ടീച്ചേഴ്സിനെ വിളിച്ചു വരുത്തി അവരും എല്ലാവരും പങ്കുകൊണ്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്നതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. പിന്നീട് അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇതിൽ വിഷമത്തിൽ അവരെ പോയി കാണുവാനും അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ ഇരിക്കുന്ന അവസരത്തിലാണ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ വാർത്തകൾ ഞങ്ങൾ കേൾക്കുന്നത്. അത് സ്കൂളിനെതിരായിട്ടുള്ള ഒരു വാർത്തയായിട്ട് മാറുന്നത്. പക്ഷേ തേജസ് മരിച്ചതിൽ ഏതാണ് അതിൻ്റെ സത്യാവസ്ഥയെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ഞങ്ങൾ അതിൻ്റെ വിഷമത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു മീഡിയയ്ക്കും ഇതുവരെയായിട്ടും മറുപടി നൽകിയില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഈ SFIയും മറ്റ് സംഘടനകളും വന്നിവിടെ സമരം ഉണ്ടാക്കുകയും ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ഒന്ന് മീഡിയയുടെ മുമ്പിൽ വരുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കണം. സത്യാവസ്ഥ മനസ്സിലാക്കി അതാരാണോ തെറ്റ് ചെയ്തവർക്ക് അവരെ പൂർണ്ണമായും അതിൽ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. അതിൽ നമുക്ക് സ്കൂളാണോ ഇതിപ്പോൾ അവധിക്കാലം ആയതുകൊണ്ട് വീട്ടിൽ വെച്ച് സംഭവം കൂടി ആയതുകൊണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് വെച്ചെന്നാൽ ഞങ്ങൾ ടീച്ചേഴ്സ് സ്കൂളിൽ മാർച്ച് വരെ ടീച്ചേഴ്സ് മക്കളെ നന്നായി നോക്കിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ വീട്ടിലാണ്. അത് പേരൻസിൻ്റെ കയ്യിലാണ് കുട്ടികൾ. പേരൻസിൻ്റെ സേഫ് പ്രൊട്ടക്ഷനിലാണ് അവർ. അപ്പം അങ്ങനത്തെ ഒരു സംഭവം നടന്നപ്പോൾ അതിൽ സ്കൂളിന് ഒത്തിരി വിഷമമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ സ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് അധ്യാപകരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. കണ്ണൂർ തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി PK ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കണമായിരുന്നുവെന്ന് മുതിർന്ന CPM അംഗവും മുൻ മന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടി. അവരുടെ സ്ഥാനാർത്ഥിത്വം തെറ്റായ സന്ദേശമാണ് നൽകിയത്. എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്ന് ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ആഴത്തിൽ പഠിക്കണമെന്നും പാലോളി പറഞ്ഞു. ഇടതുമുന്നണി ഭരണത്തിനെതിരെയുള്ള ജനവികാരമല്ല തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ സർക്കാരാണിത്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുവെന്ന് അവകാശപ്പെടുന്നില്ല. പിന്നെ എന്തുകൊണ്ട് തോറ്റുവെന്ന് ആഴത്തിൽ പഠിക്കണം. ഓരോ പ്രദേശത്ത് എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കണം. ഏതെങ്കിലും നേതാവിന്റെ പ്രവർത്തന രീതി തോൽവിയിലേക്ക് നയിച്ചു എന്ന് പറയാനാവില്ല. അങ്ങനെയെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും അത് പ്രതിഫലിക്കണം. പാലക്കാട് മോശമല്ലാത്ത വിജയമാണ് നേടിയത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ചിരിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നയാളല്ല പിണറായി വിജയൻ. ചിരിക്കേണ്ടിടത്ത് ചിരിക്കാറുണ്ട്. താനിപ്പോഴും പാർട്ടി യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അത്തരം യോഗങ്ങളിലൊന്നും നേതാക്കൾക്കെതിരെയുള്ള വികാരപ്രകടനങ്ങൾ കണ്ടിട്ടില്ല. കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ച കാര്യത്തിൽ ആഴത്തിൽ തന്നെ പരിശോധിക്കണം. പോളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളുള്ളയാളുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഒഴിവാക്കണമായിരുന്നു. പ്രതിപക്ഷ നേതാവാകാൻ പിണറായി വിജയൻ യോഗ്യനാണ്. PK ശശിയുടെ തോൽവിയെക്കുറിച്ച് എന്ത് പറയാൻ? അദ്ദേഹം 3ാം സ്ഥാനത്തല്ലേ എന്നും പാലുളി പറഞ്ഞു. നമ്മുടെ ഈ ആളുകൾ കാണുന്നത് അവരെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി, ഭാര്യ മന്ത്രി, ആ രീതിയിൽ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ആ സ്ഥാനാർത്ഥിത്വം. അത് അവിടെ പറ്റിയില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം വിമർശനം വന്ന സമയത്ത് ഒഴിവാക്കേണ്ടതായിരുന്നു. അതുണ്ടായില്ല എന്നല്ല ശരി. തലമുറ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുമക്കൾ നോക്കിയിട്ട് വിധിച്ചു കൊടുക്കുന്ന ഏർപ്പാടല്ല. ആ മേഖലയിലുള്ള ആള് അതിന് അയാൾ ചെയ്യേണ്ടുന്ന ചില ഉത്തരവാദിത്തമുണ്ട്. അത് നിർവഹിക്കാൻ പ്രാപ്തിയുള്ള ആൾ വേണം. അതാണ് അത്. അയാൾ കഴിഞ്ഞ പ്രാവശ്യം അയാൾ ആ രീതിയിൽ അതിനെ കാണുന്നത് ശരിയല്ല. അപ്പം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണെന്നാണ്. യോഗ്യത ആ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യതയുള്ള ആൾ അയാൾ തന്നെയാണ്.
വല്ലപ്പുഴയിൽ മിനി ലോറി മരത്തിലിടിച്ച് അപകടം. ഡ്രൈവർ മരിച്ചു. കുറുവട്ടൂർ സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. വല്ലപ്പുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. കുറുവട്ടൂരിൽ നിന്നും വല്ലപ്പുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി ലോറിയാണ് റോഡരികിലെ മരത്തിലിടിച്ചത്. ലോറി ഡ്രൈവർ കുറുവട്ടൂർ ആലിക്കൽ ചാമിയുടെ മകൻ വിജയകുമാറാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. രാവിലെ 6:30 അപകടം നടന്നത്. ഈ വഴി വന്ന പ്രദേശവാസികളാണ് അപകടത്തിൽപ്പെട്ട ലോറി കണ്ടത്. ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർ വിജയകുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഡ്രൈവർക്ക് ഹൃദയാഘാതം സംഭവിച്ച് ലോറി നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചതാണോ എന്ന സംശയവുമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലെ നഗരസഭയുടെ പഴയ കെട്ടിടം ശനിയാഴ്ച പൊളിക്കും. ഏറെ വിവാദങ്ങൾക്കും കോടതി നടപടികൾക്കും ശേഷമാണ് കെട്ടിടം പൊളിക്കുന്നത്. ബസ് സ്റ്റാൻഡിലെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടമാണിത്. താഴത്തെ നിലയിൽ സ്റ്റേഷനറി, റബ്ബർ കട, ഇലക്ട്രോണിക്സ് റിപ്പയർ ഷോപ്പ്, മുകളിലത്തെ നിലയിൽ ക്ലിനിക് എന്നിവ പ്രവർത്തിച്ചിരുന്നു. കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കാരണം കെട്ടിടത്തിലെ വാടകക്കാരെ ഒഴിവാക്കിയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം തകർന്നതോടെ ഈ കെട്ടിടം ഉടൻ പൊളിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തമായി. നൂറുകണക്കിന് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത് ഈ കെട്ടിടത്തിന്റെ വരാന്തയിലാണ്. 50 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടത്തിന്റെ സ്ലാബുകൾ അടർന്ന് മഴ പെയ്താൽ വെള്ളം കെട്ടിടത്തിനുള്ളിലേക്കാണ് വീണിരുന്നത്. ഇതെല്ലാം കെട്ടിടത്തിന്റെ സുരക്ഷയിൽ ആശങ്ക വരുത്തിയിരുന്നു. കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നഗരസഭയുടെ നീക്കത്തിനെതിരെ കെട്ടിടത്തിലെ വാടകക്കാർ കോടതിയെ സമീപിച്ചതോടെ പൊളിക്കാനുള്ള നടപടികൾ നീണ്ടു. 2025 ഒക്ടോബർ 21 ചേർന്ന കൗൺസിൽ യോഗത്തിൽ കെട്ടിടം പൊളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവും ലഭിച്ചതോടെയാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയത്. ഈ കെട്ടിടം പൊളിച്ചു നീക്കുന്നതോടെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ നിലവിൽ അനുഭവിക്കുന്ന സ്ഥലക്കുറവ് ഒരു പരിധിവരെ പരിഹരിക്കാനാവുമെന്ന് സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ജീർണിച്ച അവസ്ഥയിലുള്ള ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കെട്ടിടം നാളെ പൊളിക്കാൻ പോവുകയാണ്. നമ്മൾ കുറേ കാലത്തെ നമ്മുടെ ഒരു പ്രയത്നഫലമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നഗരസഭയ്ക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നു. അത് പ്രകാരം കൊട്ടേഷൻ നടപടികൾ സ്വീകരിച്ച് നാളെ പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതോടൊപ്പം ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിലനിൽക്കുന്ന പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി മണ്ഡലത്തിൽ നിന്നും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുസീൻ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള പര്യടനം തുടങ്ങി. വെള്ളിയാഴ്ച കൊപ്പത്തും മുതുതലയിലുമായിരുന്നു വിജയാഘോഷം സംഘടിപ്പിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി മണ്ഡലത്തിൽ നിന്നും വീണ്ടും LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച മുഹമ്മദ് മുസീൻ വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് പഞ്ചായത്തുകളിലൂടെയുള്ള പര്യടനം തുടരുകയാണ്. വെള്ളിയാഴ്ച കൊപ്പം മുതുതല പഞ്ചായത്തുകളിലായിരുന്നു പര്യടനം നടത്തിയത്. ആമയൂർ കമ്പനിപ്പറമ്പിൽ വിജയാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ചായിരുന്നു ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത്. CPM ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും മൂസിനൊപ്പമുണ്ടായിരുന്നു. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിയുക്ത MLAക്ക് സ്വീകരണവും നൽകി. ഓരോ കേന്ദ്രങ്ങളിലും വോട്ടർമാർക്ക് നന്ദി പ്രകാശിപ്പിച്ചാണ് മുഹമ്മദ് മൂസിന്റെ പര്യടനം തുടരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കുത്തൊഴുക്കാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. എന്നാൽ ആ കുത്തൊഴുക്കിലും പേമാരിയിലും തകരാതെ തളരാതെ പിടിച്ചു നിർത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച നിങ്ങൾ ഓരോരുത്തരോടും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുകയാണ്. ഈ പ്രതിസന്ധി കാലത്തും കൂടെ നിന്ന നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കലും ഞാൻ മറക്കില്ല. ഈ നാടിന്റെ വികസനത്തിനും നമ്മൾ ഓരോ മനുഷ്യരുടെയും ഈ പ്രദേശത്തെ മനുഷ്യരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് ഇനിയും പ്രവർത്തിക്കും. നമുക്കൊരുമിച്ച് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ കൂടെ നിന്ന് പ്രവർത്തിച്ചവരും അതുപോലെ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പ്രയത്നിച്ച ഓരോരുത്തരോടും വോട്ട് ചെയ്തവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കുട്ടികൾ UDF ഭരിക്കുന്ന കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ താൽക്കാലിക വാച്ചർ നിയമനത്തിൽ ക്രമക്കേടെന്ന ആരോപണവുമായി BJP രംഗത്ത്. ഭരണസമിതിയുടെ ഇഷ്ടക്കാർക്ക് നിയമനം നൽകാൻ വേണ്ടി പ്രദേശം ഉൾപ്പെടുന്ന വാർഡിലെ പഞ്ചായത്ത് അംഗത്തെ നിയമനം അറിയിച്ചില്ല. ജോലി പൂഞ്ചോല ആദിവാസി ഉന്നതിയിലെ ഒരാൾക്ക് നൽകണമെന്ന് BJP.
പഞ്ചായത്ത് നൽകിയ പട്ടികയിൽ നിന്നാണ് 4 പേർക്ക് നിയമനം നൽകിയതെന്ന് വനം വകുപ്പ്. എനിക്ക് വേണമെന്നോ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആർക്കും വേണമെന്നല്ല. ST/SC മേഖല ഉൾപ്പെടുന്ന ഞങ്ങളുടെ വാർഡിലെ ST വിഭാഗത്തിൽപ്പെട്ട നാടിനെയും മണ്ണിനെയും കാടിനെയും അറിയുന്ന അവരിൽ ഒരാൾ നല്ല രീതിയിൽ മുന്നോട്ട് പണി എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അവിടെ. അതിനകത്ത് ഒരാളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കാണ് ഒരു ജോലി കൊടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അർഹതപ്പെട്ടവന് വേണമായിരുന്നു ഈ ജോലി കൊടുക്കാൻ. ഇത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ഉങ്ക് മൂലം, അവരുടെ ദ്രാഷ്ട്യം മൂലം, അവരാണ് വലുത് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അത് അവർ മുന്നോട്ട് കൊണ്ടുപോകണേ. അതിനെതിരെ ഇതിനൊരു തീരുമാനം 4 ദിവസത്തിനുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഉപരോധിച്ച് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഈ ഭരണസമിതിയല്ല, ഏത് ഭരണസമിതി ഇരുന്നാലും നല്ല കാര്യം ചെയ്താൽ നല്ലതാണെന്ന് പറഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് തന്നെ പോകും. ജനവാസ മേഖലയിലേക്ക് വന്യമൃഗശല്യം തടയുന്നതിനായി കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ പൂഞ്ചോല, ഇരുമ്പകച്ചോല മേഖലകളിലെ തൂക്കുവേലിയുടെ അറ്റകുറ്റപ്പണികൾക്കായാണ് 4 പേരെ നിയമിച്ചത്. 7,27,000 രൂപയാണ് ഇതിനായി പഞ്ചായത്ത് വകമാറ്റിയിട്ടുള്ളത്. ഇക്കാര്യം ഭരണസമിതിയിൽ ചർച്ച ചെയ്തെങ്കിലും ആരെയാണ് നിയമിക്കുന്നതെന്ന് ഭരണസമിതി അറിയിച്ചിട്ടില്ലെന്ന് പൂഞ്ചോല പഞ്ചായത്ത് അംഗം KR രമ പറഞ്ഞു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ 7ാം വാർഡില് നമ്മൾ ഫെൻസിങ്ങിന് ആളെ നിയമിച്ചതിൽ ബോർഡ് കൂടിയിട്ട് ആളെ നിയമിച്ചു, 4 പേരെ നിയമിച്ചിരുന്നു. അതിന് ഫണ്ടും കാര്യങ്ങളും ചർച്ച ചെയ്തു. പക്ഷേ ആരെയാണ് എന്താണെന്നുള്ളത് ഉള്ള കൃത്യമായിട്ടുള്ള വിവരം അവിടെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവരെ വർക്ക് തുടങ്ങുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അവിടെയുള്ള മെമ്പറെ ഒന്ന് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഭരണസമിതിക്ക് ഉണ്ട്. പക്ഷെ അവരത് വാർഡ് മെമ്പറെയോ മറ്റുള്ള രാഷ്ട്രീയക്കാരെ ആരെയും അറിയിച്ചിരുന്നില്ല. അതുപോലെ തന്നെ നമുക്കൊരു ഉന്നതി, നമുക്കൊരാൾക്ക് ഒരു ജോലി കിട്ടുന്ന ആ ഒരു സാഹചര്യം അവിടെ ഒഴിവാക്കി പോവുകയാണ് ചെയ്തത്. പഞ്ചായത്ത് ഭരണസമിതി നൽകിയ പട്ടികയിൽ നിന്നാണ് താൽക്കാലിക നിയമനം നടത്തിയത്. മാസം 15,000 രൂപയാണ് വാച്ചർമാർക്ക് വേതനമായി നൽകുന്നത്. വേതനത്തിനുള്ള തുക വനംവകുപ്പിന് പഞ്ചായത്ത് നൽകുമെന്നും വനംവകുപ്പ് അറിയിച്ചു. വാച്ചർമാരെ നിയമിച്ചതിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്നും നടപടിക്രമങ്ങൾ പാലിക്കാതെ ഭരണസമിതിയുടെ ആളുകളെ തിരികെ കയറ്റിയെന്നും BJP നേതാവ് ജോബി പൂഞ്ചോല പറഞ്ഞു. തങ്ങൾ വേണമെന്നില്ല. പൂഞ്ചോല പാങ്ങോട് ആദിവാസി ഉന്നതിയിൽ നിന്ന് ഒരാളെയെങ്കിലും പരിഗണിക്കണം. പുതിയ ഭരണസമിതി വരികയും വാർഡ് മെമ്പർ BJPയുടെ 7ാം വാർഡിൽ പുതിയ വാർഡ് മെമ്പർ വരുന്നതിന് ശേഷം ഞങ്ങൾ ഒരു ഗ്രാമസഭ കൂടിയും ആ ഗ്രാമസഭയിൽ ആദ്യം ഈ ഹാങ്ങിങ് ഫെൻസിങ് പഞ്ചായത്തിൽ നിന്നും വാച്ചർമാരെ വെക്കണമെന്ന് ഉന്നയിച്ച ഒരു വാർഡ് കാഞ്ഞിരപ്പുഴ 7ാം വാർഡാണ്. ആ അടിസ്ഥാനത്തിൽ അന്നത്തെ വൈസ് പ്രസിഡന്റ് അരുണൊക്കെ പറഞ്ഞിരുന്നു, എന്തായാലും നമുക്കതിന് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞു. അവരുടെ തീരുമാനം നല്ല തീരുമാനങ്ങളായിരുന്നു. അവർ നല്ലൊരു ഫണ്ട് വെച്ചു. 7,75,000 രൂപ 20,000 രൂപ വെച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. 7,20,000 രൂപ ഫണ്ട് വെക്കുകയും നമുക്ക് 4 പേരെ നിയമിക്കാൻ, അതായത് 7ാം വാർഡും 8ാം വാർഡിൽ ഈ 2 പേരെ നിയമിക്കാം എന്നുള്ളത് അറിയിക്കുകയും ചെയ്തു എന്നാണ് മെമ്പർ പറഞ്ഞത്. അതിനുശേഷം ഇവിടെ നിയമിച്ച ഒരു ആളെക്കുറിച്ചും ഈ വാർഡ് മെമ്പറെ അറിയിക്കേണ്ട ഒരു കടമയുണ്ട്. ഇന്ന് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് 7ാം വാർഡിലെ മെമ്പർ BJPയുടെ ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും ആ വാർഡ് മെമ്പർക്കാണ് അവിടുത്തെ സ്ഥാനമാനങ്ങൾ. അവരെ അറിയിച്ചുകൊണ്ട് വേണമായിരുന്നു ഇത് ചെയ്യാൻ. നിയമനം സംബന്ധിച്ച് അറിയിപ്പോ പരസ്യമോ നൽകാതെ പഞ്ചായത്ത് ഭരണസമിതി ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നും ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി BJP മുന്നോട്ട് പോകുമെന്നും അനൂപ് പാലക്കൽ പറഞ്ഞു. ഒരു പരസ്യം ചെയ്യേ, ഈ 4 നിയമിക്കുന്നതിൽ ഒരു പരസ്യം ചെയ്യേ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ ഈ ഭരണസമിതി അവരുടെ ആളുകളെ തുരിക്കേറ്റുകയാണ് ചെയ്തത്. പിന്നെ അതുകൂടാതെ ഈ പാങ്ങോട് മുതൽ പൂഞ്ചോല, ഓടക്കുന്ന് ഈ വനാതിർത്തികൾ മൊത്തം 7ാം വാർഡ് പൂഞ്ചോല BJPയുടെ മെമ്പറാണ്. ഈ മെമ്പറെ ഒന്ന് അറിയിക്കുകയെ അത് അറിയിക്കാതെ ആ ഭാഗത്തെ ഭരണസമിതിയുടെ ആളുകളെ തുരിക്കേറ്റിരിക്കുന്നു. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വം അതിശക്തമായ സമരങ്ങൾ ഈ പഞ്ചായത്തിൽ ഉപരോധം അടക്കമുള്ള സമരങ്ങൾ നടത്തുമെന്നും ഈ അവസരത്തിൽ പറഞ്ഞു. പ്രദീപ്, ഷൈജു, കൊടുനാട്ടുകുന്നേൽ എന്നിവർ പങ്കെടുത്തു. ഒറ്റപ്പാലം നഗരസഭയിലെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നായ വരോട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വലിയകുളം അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.9 കോടി രൂപ ചിലവഴിച്ചാണ് നഗരസഭയിലെ ഏറ്റവും വലിയ കുളമായ വലിയകുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത്. വർഷങ്ങളായി പായലും ചെളിയും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളം പ്രദേശവാസികളുടെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നാണ്.
ഒരേക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന കുളത്തിന്റെ സംരക്ഷണത്തിനായി വിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടന്നുവരുന്നത്. കുളത്തിലെ ചളിയും പായലും പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിനൊപ്പം ചുറ്റുമതിൽ നിർമ്മാണവും ഒരു വശത്തെ സംരക്ഷണ ഭിത്തിയുടെ പണികളും പുരോഗമിക്കുന്നു. ഇതിനു പുറമെ കുളത്തിനു ചുറ്റും ജനങ്ങൾക്ക് നടക്കാനായി ഇന്റർലോക്ക് പാകിയ പാതയും നിർമ്മിക്കുന്നുണ്ട്. നിലവിലുള്ള മരങ്ങൾ സംരക്ഷിച്ച് അവയ്ക്ക് ചുറ്റും ഇരിപ്പിടങ്ങൾ ഒരുക്കുന്നതോടെ പ്രദേശം ഒരു വിശ്രമ കേന്ദ്രമായി കൂടി മാറും. കുളക്കടവുകളുടെ നവീകരണവും പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ, വൈസ് ചെയർമാൻ K രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രവൃത്തികൾ വിലയിരുത്തി. 39-ാം വാർഡിൽ വലിയ കുളം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,09,00,000 രൂപ വിനിയോഗിച്ചുകൊണ്ട് നവീകരണ പ്രവർത്തനം നടക്കുകയാണ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്തെ ഏറ്റവും വലിയ വലുപ്പമാർന്ന കുളമാണ് ഈ വലിയ കുളം. ഇതിനെ ചുറ്റുഭാഗവും മതിൽ കെട്ടി അതിൻ്റെ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് റീറ്റെയിനിങ് വാൾ ചെയ്ത് ചുറ്റുഭാഗം ഉള്ള മരങ്ങൾ അത് ഇരിപ്പിടങ്ങളായി അതിനെ സംരക്ഷിക്കുകയും അതോടൊപ്പം നടപ്പാത ഇന്റർലോക്ക് വിരിച്ച് സംരക്ഷണ ഭാഗം ഇന്റർലോക്ക് വിരിക്കുകയും അതോടൊപ്പം തന്നെ ഹാൻഡ് റെയിൽ ഒരുക്കി സുരക്ഷിതമായ വേലി ഒരുക്കുന്ന പ്രവർത്തനം ഉൾപ്പെടെ ചെയ്യുന്ന ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ഈ സംഖ്യ വിനിയോഗിച്ചുകൊണ്ട് നടപ്പാക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വളരെ വേഗത്തിൽ ഈ കുളത്തിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. നഗരസഭാ സ്ഥിരസമിതി ചെയർപേഴ്സൺ T സബിത, വാർഡ് കൗൺസിലർ ഹാഫിയ നൌഷാദ് എന്നിവരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. തൂതപൂരം വർണ്ണാഭമാക്കാൻ മികവാർന്ന ഒരുക്കങ്ങളുമായി A വിഭാഗം സെന്റർ കമ്മിറ്റി. 15 ഗജവീരന്മാരെ അണിനിരത്തുന്ന A വിഭാഗത്തിന്റെ പൂരത്തിന് ഏറെ പ്രത്യേകതകളുണ്ടെന്ന് ആഘോഷ കമ്മിറ്റി. ചെർപ്പളശ്ശേരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് A വിഭാഗം ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ മുന്നൊരുക്കങ്ങൾ വിശദീകരിച്ചത്. മെയ് 12-നാണ് പ്രസിദ്ധമായ തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം. 2 വിഭാഗങ്ങളായി കൊണ്ടാടുന്ന പൂരാഘോഷത്തിന് മാറ്റേകാൻ വലിയ മുന്നൊരുക്കങ്ങളാണ് ഇരു വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ നടന്നുവരുന്നത്. 14 പ്രാദേശിക കമ്മിറ്റികളുള്ള A വിഭാഗം കേരളത്തിലെ മുൻപന്തിയിൽ നിൽക്കുന്ന 15 ഗജവീരന്മാരെ അണിനിരത്തിയാണ് ഇത്തവണ പൂരത്തിന് എത്തുന്നത്. ഗജവീരൻ എറണാകുളം ശിവകുമാർ തിടമ്പേറ്റും. ആചാരങ്ങൾക്ക് അനുസൃതമായി ചിട്ടയോടെ ക്രമപ്പെടുത്തിയ ഒറ്റത്തിടമ്പിനുള്ള മേളവാദ്യ വിസ്മയങ്ങളും കുടമാറ്റവുമാണ് A വിഭാഗത്തിന് മികവേകുന്നത്. ഇതിനു മുന്നോടിയായി ആനച്ചമയ പ്രദർശനവും ചമയപ്പന്തലും ആനപ്പൂരവും ഈ വർഷവും സംഘടിപ്പിക്കുന്നുണ്ട്. കാറൽമണ്ണ സെന്ററിൽ ഒരുക്കിയ ആനപ്പന്തൽ മെയ് 10-ന് വൈകിട്ട് 6 മണിക്ക് ചെർപ്പളശ്ശേരി SHO കവിരാജ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കാറൽമണ്ണ തിരുമല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ മെയ് 11-ന് രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന ചമയ പ്രദർശനം വാദ്യകലാകാരനും റിട്ടയർഡ് കൃഷി ഓഫീസറുമായ ശുഖപുരൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 12-ന് രാവിലെ 10 മണി മുതൽ കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരുടെ നേതൃത്വത്തിൽ കാറൽമണ്ണ ആനപ്പന്തലിൽ പാണ്ടിമേളവും അരങ്ങേറും. വൈകിട്ട് നടക്കുന്ന പൂരം നിരക്കലിനും കുടമാറ്റത്തിനും വിപുലമായ മുന്നൊരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇത്തവണ തൃശൂർ പൂരത്തിനു വേണ്ടി തയ്യാറാക്കിയെങ്കിലും ഉയർത്താൻ കഴിയാത്ത കുടകൾ ഉൾപ്പെടെ മികച്ച കാഴ്ചവിരുന്നാണ് A വിഭാഗം പൂരാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളതെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ വള്ളുവനാട്ടിലെ ഏറ്റവും പ്രസിദ്ധിയാർജ്ജ പൂരമാണ് നമ്മുടെ തട്ടകപൂരമായ തൂതക്കിൽ പൂരം. തൃശ്ശൂർ പൂരത്തിൻ്റെ അതേപോലെ തന്നെ തിരുവമ്പാടി പാറമേക്കാവ് എന്ന പോലെ തൂതപ്പൂരത്തെ Aയും Bയുമാക്കി തിരിച്ചുകൊണ്ട് 15 ആന B വിഭാഗത്തിലും 15 ആന A വിഭാഗത്തിലും നിന്നുകൊണ്ട് വാശിയേറിയ തരത്തിൽ കുടമാറ്റവും അതുപോലെ തന്നെ 2018-ൽ B വിഭാഗം ചമയപ്രദർശനം തുടങ്ങിയ സമയത്ത് A വിഭാഗവും ചമയപ്രദർശനം തുടങ്ങി അങ്ങനെ ചമയപ്രദർശനത്തിൻ്റെ കാര്യത്തിലും Aയും Bയും ജനങ്ങൾക്ക് പൂരപ്രേമി കാണാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. അതേപോലെ കഴിഞ്ഞ വർഷം B വിഭാഗം പൂരപ്പന്തൽ അതായത് ചമയപ്പന്തൽ തൂതയിൽ ആരംഭിച്ചപ്പോൾ അതേ രീതിയിൽ തന്നെ വാശിയോടുകൂടി അല്ലെങ്കിൽ ആവേശത്തോടു കൂടി A വിഭാഗവും കാറൽമണ്ണ സെൻട്രൽ ചമയപ്പന്തൽ തുടങ്ങി അങ്ങനെ ഒരു നെന്മാറ വല്ലേങ്കി പോലെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പൂരം വള്ളുവനാട്ടിലെ പ്രസിദ്ധിയാർജ്ജ പൂരം തൂതപൂരവും ആ തരത്തിലായി കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ പൂരം മുന്നോട്ട് പോകുന്നത്. A വിഭാഗം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഇല്ലിക്കൽ മുരളി, സെക്രട്ടറി K രാജു,
വൈസ് പ്രസിഡന്റുമാരായ ഹരിദാസ് വട്ടോളി, ജയൻ പുത്തൻവീട്, ജോയിന്റ് സെക്രട്ടറി വിപിൻ പുളിങ്ങര, രക്ഷാധികാരി കിങ്ങിണി ബാബു, സി ദിലീപ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം ലക്കിടി മംഗലം മൂന്നുണ്ണി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവത്തിന് കൊടിയേറി. 7 ദിവസം നീളുന്ന തോൽപ്പാവക്കൂത്തും കലാ സാംസ്കാരിക പരിപാടികളും തുടങ്ങി. ട്രസ്റ്റി MP സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. A. സദാനന്ദ പുലവരുടെ നേതൃത്വത്തിലാണ് തോൽപ്പാവക്കൂത്ത് നടക്കുന്നത്. കലാപരിപാടികൾ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പറമ്പൻസ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവീകരിച്ച തിടപ്പള്ളിയുടെയും ഓഫീസ് മുറിയുടെയും ഉദ്ഘാടനം ട്രസ്റ്റി MP മുകുന്ദൻ നിർവഹിച്ചു. K. രാകേഷ് അധ്യക്ഷനായി. ലക്കിടിപേരൂർ പഞ്ചായത്ത് അംഗങ്ങളായ MV വിനോദ്, രമ്യ കൃഷ്ണൻ, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് V. ദിവാകരൻ, സെക്രട്ടറി MP പ്രമോദ്, VP സുജേഷ്, K. കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. മെയ് 13-ന് പ്രതിഷ്ഠാദിന ഉത്സവം ആഘോഷിക്കും. ക്ഷേത്ര മൈതാനിയിൽ ദിവസവും വൈകിട്ട് 7-നാണ് കലാസന്ധ്യകൾ. പട്ടാമ്പിയിൽ അംഗൻവാടി ജീവനക്കാർക്കായി പരിശീലന പരിപാടി തുടങ്ങി. പോഷൻ പക്വാഡയുടെ ഭാഗമായാണ് പരിശീലനം നൽകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വച്ചാണ് ICDSന്റെ നേതൃത്വത്തിൽ അംഗനവാടി ജീവനക്കാർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പോഷൻ പക്വാഡയോടനുബന്ധിച്ച് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിശീലനം നടത്തിയത്. സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നിവർക്കിടയിൽ പോഷകാഹാരത്തെക്കുറിച്ച് ബോധവൽക്കരണം ലക്ഷ്യമിട്ട് വനിതാ ശിശു ക്ഷേമ വികസന വകുപ്പ് നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തിവരുന്നുണ്ട്. പരിശീലന പരിപാടിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് നിർവഹിച്ചു. ദേശീയ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ട്രെയിനിങ്ങുകളും ഇത്തരം ബോധവൽക്കരണ ക്ലാസുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിലെ അംഗനവാടികളെ കുറിച്ചുള്ള ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പല വെല്ലുവിളികളും നമ്മളൊക്കെ നേരിടേണ്ട ഒരവസ്ഥയിലെ ദാരിദ്ര്യം കൊണ്ടും അതുപോലെ തന്നെ മറ്റ് തൊഴിലില്ലായ്മ കൊണ്ടും സാധാരണക്കാരായ ആളുകളുടെ ജീവിതം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു നമ്മളൊക്കെ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിരവധി പരിപാടികൾ പഞ്ചവത്സര പദ്ധതികളിലൂടെയും ഒക്കെ ഓരോ വർഷം 5 വർഷം കൂടുമ്പോഴും എങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ പുരോഗതിയിലേക്ക് എത്തേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 70കളിൽ നമ്മുടെ പ്രിയപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു മഹത്തായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള വനിതകളെയും കുട്ടികളെയും അതുപോലെ തന്നെ കൗമാരപ്രായക്കാരായ നമ്മുടെ പെൺകുട്ടികളെയും ഒക്കെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിന് മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കേണ്ടത് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അംഗൻവാടികളൊക്കെ രൂപീകരിച്ച് നടപ്പിലാക്കി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ സൈദാലി അധ്യക്ഷയായി. സ്ഥിരസമിതി അധ്യക്ഷൻ ഫരീദ, M. മുസ്തഫ, വജന, സുമയ്യ നാസർ, ശ്രീവിദ്യ, അബ്ബാസ്, ആര്യ, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ICDS ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. കാലവർഷത്തിന് മുന്നോടിയായി പകർച്ചവ്യാധികൾ തടയുന്നതിനും പരിസര ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 12-ൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം നടന്നു. മംഗലാംകുന്ന് പൊതുജന വായനശാലയുടെ പരിസരത്ത് വെച്ച് നടന്ന പ്രവർത്തനങ്ങൾക്ക് ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും നേതൃത്വം നൽകി. വാർഡ് മെമ്പർ KV ഗോപാലൻകുട്ടി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി K. രാകേഷ്, ഹരിതകർമ്മസേന അംഗം സുമിത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഓടകൾ വൃത്തിയാക്കൽ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ, ഉറവിട നശീകരണം എന്നിവ ശുചീകരണത്തിന്റെ ഭാഗമായി നടന്നു. പ്രദേശത്തെ നിരവധി നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ശുചീകരണ യജ്ഞത്തിൽ സജീവമായി പങ്കെടുത്തു. നാദലയം തീർത്ത് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കൊച്ചു കലാകാരി ഗംഗ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ അരങ്ങേറി. കാളവേല, പൂരം ആഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടി നടന്നത്. നിരവധി പേരാണ് പരിപാടി കാണാൻ ക്ഷേത്രത്തിൽ എത്തിയത്.
മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. വല്ലപ്പുഴയിൽ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് റയാൻ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ റയാൻ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ചാരിറ്റി സംരംഭം കൂടിയാണ് റയാൻ. വല്ലപ്പുഴ തെങ്ങുംവളപ്പിലാണ് വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് റയാൻ ഹൈപ്പർ മാർക്കറ്റ് തുറന്നത്. വെള്ളിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. മറ്റ് സാമൂഹ്യ പൊതുരംഗത്തെ പ്രമുഖരും ഉടമകളും ചടങ്ങിൽ സന്നിഹിതരായി. ഷൈൻ ഗ്രൂപ്പിലെ ഷറഫുദ്ദീൻ മുനവറലി തങ്ങളിൽ നിന്നും ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഒരു ചാരിറ്റി സംരംഭം കൂടിയായാണ് വല്ലപ്പുഴ തെങ്ങുംവളപ്പിൽ റയാൻ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഏറെ മാതൃകരമായ ഒരു സംരംഭമാണ് ഇന്നലെ തുറന്നു വച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ആദന മഹാരാജിന്റെ നേതൃത്വത്തിൽ, അൻവറിന്റെയൊക്കെ നേതൃത്വത്തിൽ. ഇന്ന് നമുക്കറിയാം, ഇത് സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ല. ഫണ്ട് കൊടുത്ത് അവകാശികൾ തുടങ്ങുന്ന സംഭവമാണ്. അത് അവർക്ക് ജീവിതകാലം മുഴുവനും ഉപജീവനമാർഗമായി മാറുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു ഉദ്യമമാണ് ഇവിടെ തുറന്നു വെച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി മുന്നോട്ട് വന്ന മഹാരാജിനെയും അതുപോലെ കൂടെ നിന്നവർക്കൊക്കെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ ഒരു കുടുംബത്തിന് എൻ്റെ എല്ലാവിധ ആശംസ അറിയിക്കുകയാണ്. നമ്മളൊക്കെ കഴിയുന്നതും ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി ഈ സംരംഭവുമായി സഹകരിച്ചു പോകാൻ ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും റയാനിൽ ലഭ്യമാണ്. പലചരക്ക്, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഐറ്റംസ്, ബേക്കറി, ക്രോക്കറി ഐറ്റംസ്, സ്കൂൾ ഐറ്റംസ് എന്നിവയെല്ലാം റയാൻ ഒരുക്കിയിരിക്കുന്നു. നന്ദിനി മിൽക്ക് 500 ml വെറും 19 രൂപയ്ക്കും, 10 കോഴിമുട്ട 49 രൂപയ്ക്കും, തക്കാളി 1 കിലോ 35 രൂപ, വലിയ ഉള്ളി 1 കിലോ 20 രൂപ, റയാൻ ബിരിയാണി റൈസ് കിലോ 53 രൂപ, ബസുമതി റൈസ് കിലോ 93 രൂപ, കുറുവ 1 kg 37 രൂപ, 3980 രൂപ വില വരുന്ന സീലിംഗ് ഫാനുകൾ വെറും 1999 രൂപ, 2099 രൂപ വില വരുന്ന പ്രഷർ കുക്കർ വെറും 959 രൂപ, 1499 രൂപ വില വരുന്ന ഇലക്ട്രിക് കിറ്റിൽ വെറും 499 രൂപ. ഇങ്ങനെ തുടങ്ങി ഓരോ ഐറ്റംസും MRPയേക്കാൾ വലിയ വിലക്കുറവിലാണ് റയാൻ ഹൈപ്പർ മാർക്കറ്റ് നൽകുന്നത്. അമിത ലാഭം ഈടാക്കാതെ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചാണ് സ്ഥാപനം തുടങ്ങിയിട്ടുള്ളതെന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും ഉടമകൾ അഭ്യർത്ഥിച്ചു. ഹൈപ്പർ മാർക്കറ്റ് എന്ന സംരംഭം തുടങ്ങിയിട്ടുണ്ട്. സക്കാത്തിന് അർഹരായ ആളുകളുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദാരിദ്ര്യം ഇല്ലാതാക്കാം നമ്മളുടെ ഈ നാട്ടിൽ. അതേമാതിരി തന്നെ പുറത്തുള്ളവർക്കും നമ്മൾ എത്തിക്കണമെന്ന്
ഇത് നമ്മളൊരു തുടക്കമാണ്. ഇതിനോടനുബന്ധിച്ച് ഒരുപാട് പദ്ധതികൾ നമുക്ക് ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ചാരിറ്റി ബേസ്ഡുള്ള സ്ഥാപനമാണ്. അതുപോലെ തന്നെ അവർക്ക് ഓരോരോ മാസം കിട്ടുമ്പോഴും അവരുടെ ചെലവ് കഴിഞ്ഞു പോകാമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ബിസിനസ് നന്നായി വരുമ്പോൾ ഇതിന്റെ ലാഭം കൂടുമ്പോൾ അവർക്ക് അടുത്ത വർഷം അവര് മറ്റുള്ളവർക്ക് സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിലെ താഴെ തട്ടിലുള്ള ആളുകളെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പർപ്പസിലാണ് നമ്മൾ സംരംഭം തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പാവപ്പെട്ട ആളുകളുള്ളത് കുറച്ച് കഴിയുമ്പോഴത്തേന് അവർക്ക് ഘട്ടഘട്ടമായിട്ട് അവരുടെ ഈ ഒരു അവസ്ഥ മാറ്റാൻ, അവരെ നാളെ അവരൊരു സമ്പന്നരായി അല്ലെങ്കിൽ അവര് സ്വയം പര്യാപ്തിയിലേക്ക് എത്തുന്ന രീതിയിൽ അവരാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ്. നമ്മളെ വിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അടിത്തട്ടിലുള്ള ആളുകളെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. അവരെ എംപവർ ചെയ്യുക, എക്കോണമിക്കലി സോഷ്യലി അവരെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ വിഷൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മൾ സ്ഥാപനം പാവപ്പെട്ട ആളുകൾക്ക് ഇതിൻ്റെ വരുമാനം കൊടുക്കും, മാസം വരുമാനം കൊടുക്കും, എന്നിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏറ്റവും അർഹരായവരെ തിരഞ്ഞെടുത്തിട്ട് അവരിലേക്ക് അവർ ഇതിലേക്ക് നിക്ഷേപിക്കാനുള്ള വിഹിതം കൊടുത്ത് അവരുടെ നിക്ഷേപമാണ് ഈ സ്ഥാപനത്തിന്റെ പരിപൂർണമായ ലാഭവിഹിതം അവർക്കുള്ളതാണ്. പൂർണ്ണമായിട്ടും എല്ലാ ലാഭവിഹിതം അവർക്കുള്ളതാണ്. അതിന്റെ ബെനിഫിറ്റ് മൊത്തം അവർക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾ പൊതുസമൂഹത്തോട് പറയാനുള്ളത്, ഈ സമൂഹത്തിൽ നിങ്ങൾ സാധാരണ നിത്യ ജീവിതത്തിൽ മാർക്കറ്റിൽ ഇടപെടുന്നതാണ്. ആ മാർക്കറ്റിൽ ഇടപെടുന്നത് ഇത്തരം സ്ഥാപനങ്ങളിലേക്കൂടെ ആകുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ടാവും. അത് നമ്മുടെ ആ പർപ്പസിന്റെ കൂടെ ഒരു സാമൂഹ്യ നന്മക്ക് കൈത്താങ്ങാകാന്നുള്ള ഒരു പർപ്പസ് കൂടി ഉണ്ടാവും. അപ്പം അതിന് എല്ലാവിധ സഹായവും പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുക. എല്ലാ ഐറ്റംസിനും ഗംഭീര ഉദ്ഘാടന ഓഫറുകളാണ് റയാൻ ഹൈപ്പർ മാർക്കറ്റ് നൽകുന്നത്. കൂടാതെ ഓരോ ആഴ്ചകളിലും പ്രത്യേക വിലക്കുറവും റയാനിൽ ലഭ്യമാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഇരിക്കെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളുടെ ജില്ലയിലെ ഏറ്റവും മികച്ച വിപുലമായ ശേഖരവുമായി ഒറ്റപ്പാലം റോയൽ ഹൈപ്പർ മാർക്കറ്റിലെ സ്കൂൾ ബസാർ സജീവമാകുന്നു. പ്രീ-KG മുതൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വരെയുള്ള ആവശ്യമായ എല്ലാ സാമഗ്രികളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കിക്കൊണ്ടാണ് സ്കൂൾ ബസാറിന്റെ പ്രവർത്തനം. മികച്ച ബ്രാൻഡുകളുടെ വാറണ്ടിയോടുകൂടിയ സ്കൂൾ ബാഗുകൾക്ക് 50% വിലക്കുറവ് റോയൽ നൽകുന്നുണ്ട്. 199 രൂപ മുതൽ വിലയുള്ള കുടകൾ, വിവിധ മോഡലുകളിലുള്ള വാട്ടർ ബോട്ടിലുകൾ, ബ്രാൻഡഡ് നോട്ട്ബുക്കുകൾ, റെയിൻകോട്ടുകൾ, സ്കൂൾ യൂണിഫോമുകൾ, മറ്റ് സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം മിതമായ നിരക്കിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഡിസ്നി, അവഞ്ചേഴ്സ് കഥാപാത്രങ്ങൾ ചിത്രീകരിച്ച ഇന്ത്യൻ വിദേശ നിർമ്മിത ബ്രാൻഡഡ് ബാഗുകൾക്കും മറ്റ് അനുബന്ധ ഉപകരണങ്ങൾക്കും വിപണിയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇവിടെ എല്ലാ ട്രെൻഡ്സിലുള്ള സ്കൂൾ ഐറ്റംസ് ഒക്കെ കിട്ടും. ഏത് തരത്തിലുള്ളതാണെങ്കിലും അവൈലബിൾ ആയിരിക്കും. അതാണ് റോയലിൻ്റെ പ്രത്യേകത. അതൊരു വർഷത്തേക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഐറ്റംസ് എല്ലാം. അതുകൊണ്ട് നമുക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ പേരക്കുട്ടികളാണ് ഇവിടെ. ഞാനിവിടെ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. പക്ഷേ ഞങ്ങൾ വരുമ്പോഴെല്ലാം ഇവിടെ വരാറുണ്ട്. ഞാൻ മകനും ഭാര്യ വന്നിട്ടാണ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നത് വഴി രക്ഷിതാക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകാൻ സാധിക്കുന്നുണ്ടെന്ന് ഹൈപ്പർ മാർക്കറ്റ് അധികൃതർ അറിയിച്ചു. നിലവിൽ നല്ല രീതിയിലുള്ള ജനത്തിരക്കാണ് സ്കൂൾ ബസാറിൽ അനുഭവപ്പെടുന്നത്. അധ്യയന വർഷത്തെ വരവേൽക്കുന്നതിനായി സ്കൂൾ ഐറ്റംസുകളുടെ വിപുലമായ കളക്ഷൻ തന്നെ റോയൽ ഹൈപ്പർ മാർക്കറ്റിൽ ഉണ്ടെന്ന് ഉപഭോക്താക്കൾ പറഞ്ഞു. ഇന്ന് ഞാൻ വന്നത് സ്കൂൾ ഐറ്റംസ് കുറേ വന്നിട്ടുണ്ട്. അത് കേട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിപ്പോയി. കുറേ കളക്ഷൻസ് ഉണ്ട്. കുറേ ടിഫിൻ ബോക്സിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പെൻസിൽ പൗച്ചസിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. സ്കൂൾ ബാഗ്സ് ആണെങ്കിലോ
അംബ്രല്ലാസ്, സ്കൂൾ സ്റ്റേഷനറീസ്, കളർ പെൻസ്, ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഭയങ്കര അട്രാക്റ്റീവ് കളക്ഷനാണ്. സോ കം സൂൺ, ഡോണ്ട് ബി ലേറ്റ് ബിഫോർ ദ സ്റ്റോക്ക് ഗെറ്റ്സ് ഓവർ. തെറ്റില്ല, അതന്നെയല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സാധാരണ ഇവിടെ തന്നെ വരല് പർച്ചേസിങ്ങിനൊക്കെ. കൂടാതെ മെയ് 9 മുതൽ 13 വരെ 50ഓളം ഇന്ത്യൻ വിദേശ മാമ്പഴങ്ങളുടെ ഫെസ്റ്റും ഒറ്റപ്പാലം റോയൽ ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഒറ്റപ്പാലത്തിന്റെ തിരക്കിൽ നിന്ന് മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി പർച്ചേസിങ്ങിനുള്ള സൗകര്യവും റോയൽ മാളിൽ സ്ഥിതി ചെയ്യുന്ന റോയൽ ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകതയാണ്. അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളോടെ മികച്ച ദന്തപരിചരണം ഇനി ചെർപ്പുളശ്ശേരിയിലും. ഡോക്ടർ അബ്ദുറഹ്മാൻ കീഴാടയലിന്റെ നേതൃത്വത്തിൽ സ്മൈലോ ഡെന്റൽ കെയർ ചെർപ്പുളശ്ശേരി പട്ടാമ്പി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ചെർപ്പുളശ്ശേരിയുടെ ആരോഗ്യ സൗന്ദര്യ സംരക്ഷണ മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടായാണ് സ്മൈലോ ഡെന്റൽ കെയർ ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തനം ആരംഭിച്ചത്. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ദന്തപരിചരണ രംഗത്തെ നൂതന ചികിത്സാരീതികൾ ചെർപ്പുളശ്ശേരിക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയയുടെ സാന്നിധ്യത്തിൽ എംപിച്ചിക്കോയത്തങ്ങൾ ബ അലവി കൊടക്കാട് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക മെഷീനറികൾ ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളോടെ ഒരുക്കിയ സ്മൈലോ ഡെന്റൽ കെയറിൽ വെനീറിംഗ്, ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റ്, ഓറൽ മാക്സിലോഫേഷ്യൽ സർജറി, ക്ലിയർ അലൈനർ, പല്ല് വെളുപ്പിക്കൽ, ക്രൗൺ ആൻഡ് ബ്രിഡ്ജ്, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, കുട്ടികളുടെ ദന്തവിഭാഗം, ദന്തക്രമീകരണ വിഭാഗം തുടങ്ങി ദന്തപരിചരണ രംഗത്തെ ഏറ്റവും മികച്ച ചികിത്സയാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ദന്തപരിചരണ രംഗത്ത് 10 വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ അബ്ദുറഹ്മാൻ കീഴാടയലിൻ്റെ നേതൃത്വത്തിലാണ് സ്മൈലോ ഡെന്റൽ കെയർ പ്രവർത്തിക്കുന്നത്. ഞാൻ ഡോക്ടർ അബ്ദുറഹ്മാൻ കീഴാടയിൽ 10 വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. നമ്മുടെ പുതിയ ഡെൻ്റൽ ക്ലിനിക് നമ്മുടെ ചെർപ്പുളശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ജനനന്മ മെഡിക്കൽസിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന ചെർപ്പുളശ്ശേരിയുടെ കൂടെ നമ്മുടെ ഡെൻറ്റിസ്ട്രിയും വളരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡെൻറ്റിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ മുൻപ് തന്നെ നമ്മൾ ദന്താരോഗ്യം ശ്രദ്ധിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള വലിയ അസുഖങ്ങളിൽ നിന്നും അസുഖങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവിധ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. കമ്പിക്ക് പകരമായി നമ്മൾ ഉപയോഗിക്കുന്ന ഡെൻ്റൽ അലൈനേഴ്സ് ആയാലും, പല്ലുകൾ റീപ്ലേസ് ചെയ്യുന്ന ഡെൻ്റൽ ഇംപ്ലാൻസുകളായാലും, കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റുകൾക്കായി ഉപയോഗിക്കുന്ന ഡെൻ്റൽ വിനീർ ട്രീറ്റ്മെൻ്റ് ആയാലും എല്ലാവിധ അത്യാധുനിക ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. സ്കൈ ഗോൾഡ് ഗ്രൂപ്പിന്റെ പെരിന്തൽമണ്ണയിലെ നവീകരിച്ച ഷോറൂമിന്റെ സോഫ്റ്റ് ലോഞ്ചിങ് നടത്തി. വിശാലമായ ഷോറൂം പുതിയ ട്രെൻഡുകളിൽ 4 കാരറ്റ്, 9 കാരറ്റ്, 18 കാരറ്റ്, 22 കാരറ്റ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളെല്ലാം ഒരുക്കിയാണ് തുറന്നത്. പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡിന്റെ വലിയ ഉദ്ഘാടനം പിന്നീട് നടക്കും.
സ്റ്റാർട്ടിങ് മുതലേ വരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് ആയിട്ടുണ്ട്. കളക്ഷൻസിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഷോറൂം പെരിന്തൽമണ്ണയിലെ സ്കൈ ഗോൾഡ്. എല്ലാവരും വന്നിട്ട് പർച്ചേസ് ചെയ്യുക. എല്ലാം നല്ല സെലക്ഷനാണ്, എല്ലാ സെറ്റപ്പാണ്. എല്ലാവരും പർച്ചേസിങ് ചെയ്യുമ്പോൾ എല്ലാവർക്കും വരുന്ന ഡീലിങ്ങും വളരെ ഡീസൻ്റാണ്. എല്ലാ റഫീഖിൻ്റെ ഒരു ഉത്തരവാദിത്തോട് കൂടിയിട്ടാണ് എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ. 3 പതിറ്റാണ്ടായി സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്ത് ശ്രദ്ധേയരായ സ്കൈ ഗോൾഡ് ഗ്രൂപ്പ് റീറ്റെയിൽ മേഖലയിൽ കഴിഞ്ഞ 8 വർഷം മിന്നിത്തിളങ്ങിയവരാണ്. 2018 പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ച റീറ്റെയിൽ ഷോറൂം 8 വർഷം പൂർത്തീകരിച്ചു. ഇപ്പോൾ കൂടുതൽ വിശാലതയിൽ ഷോറൂം നവീകരിച്ചു. നവീകരിച്ച ഷോറൂമിന്റെ സോഫ്റ്റ് ലോഞ്ചിങ് കസ്റ്റമേഴ്സിന്റെയും മാനേജ്മെന്റ് പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടന്നു. സ്കൈ ഗോൾഡ് മാനേജിംഗ് പാർട്ണർ റഫീഖ് പാറയിൽ സോഫ്റ്റ് ലോഞ്ചിങ് നിർവഹിച്ചു. നമ്മുടെ ഈ സോഫ്റ്റ് ലോഞ്ച് നമ്മളൊരു വ്യത്യസ്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് സോഫ്റ്റ് ലോഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ കസ്റ്റമേഴ്സ് വിസിറ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ ഫീഡ്ബാക്കിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റം വരുത്തും. ഇപ്പോൾ നമ്മൾക്ക് 14 ക്യാരറ്റ്, 9 ക്യാരറ്റ്, 18 ക്യാരറ്റ്, അതേമാതിരി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ് ലോഞ്ച്. ഈ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മളൊരു വലിയൊരു ഉദ്ഘാടനം കൂടി ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ്. ചടങ്ങിൽ സ്കൈ ഗോൾഡ് ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ണർ അരവിന്ദ് ആനന്ദ് മാലി അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കർ അലി അമ്മിനിക്കാട്, മഹാരാഷ്ട്ര ഷോറൂം ഹെഡ് സാദിഖ്, ഡയറക്ടർമാരായ മുഹമ്മദ് റോഷൻ, HR മാനേജർ രഞ്ജിത്ത്, റിസ്വാൻ, ഡെന്നി, നിലമ്പൂർ ഷോറൂം ഹെഡ് ബാസിത്ത്, വിവിധ ഷോറൂമുകളുടെ മാനേജർമാരായ അസ്ലം, ഇസാഖ്, നജമുദ്ദീൻ, ഷുഹൈബ്, മുർഷിദ തുടങ്ങിയവർ പങ്കെടുത്തു. 3.5 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് ഹോൾസെയിൽ രംഗത്ത് അതുപോലെ തന്നെ ആഭരണ നിർമ്മാണ വിതരണ രംഗത്തൊക്കെ തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു സംരംഭമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 15-20 കിലോമീറ്റർ ചുറ്റളവിൽ പെരിന്തൽമണ്ണയുടെ B ക്ലാസ് ടൗണുകളായിട്ടുള്ള ഈ ടൗണുകളിലൊക്കെ ചെറിയ ജ്വല്ലറികളിൽ ഹോൾസെയിൽ പ്രവർത്തനം നടത്തിയിട്ടും അതുപോലെ തന്നെ അവർക്കുള്ള റീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ കൈമാറിയും തുടങ്ങിയിട്ടുള്ള പ്രയാണമാണ് 2018 ശാസ്ത്രീയമായ രൂപത്തിൽ പ്രയാണം ഈ പെരിന്തൽമണ്ണയിൽ സമാരംഭം കുറിച്ചത്. അതിനുശേഷം 2019 പൊന്നാനിയിലും 2020 നിലമ്പൂരിലും തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ GCCയിലും ആയിട്ട് ഇന്ന് 8ഓളം സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്കൈ ഗോൾഡ് ഇപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ പെരിന്തൽമണ്ണയാണ് നമ്മളുടെ ഹോം ഗ്രൗണ്ട് വരുന്നത്. സോ ഇവിടെ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് GCCയിൽ നമ്മൾ വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി GCCയിൽ നമ്മളുടെ 2ാമത്തെ ഷോറൂം ഈ ഇയർ തന്നെ നമ്മൾ ഇനാഗുറേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്കൈ ഗോൾഡ് എന്ന ബ്രാൻഡാണ് നമ്മളുടെ എല്ലായിടത്തും മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ജനങ്ങളിലേക്ക് ഞങ്ങൾ മാക്സിമം ഇറങ്ങി വന്ന് നമ്മൾ അവരുടെ ആവശ്യാനുസരണമാണ് നമ്മളുടെ ഓർണമെന്റ്സും അതുപോലെ എല്ലാ രീതിയിലും നമ്മൾ അവർക്ക് വേണ്ടിയുള്ള സെലക്ഷൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൈ ഗോൾഡിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് നമ്മൾ പെരിന്തൽമണ്ണ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സോഫ്റ്റ് ലോഞ്ച് ആണ്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് 18 ക്യാരറ്റ്, 14 ക്യാരറ്റ്, പിന്നെ നമുക്ക് 9 ക്യാരറ്റിലെല്ലാം ലേറ്റസ്റ്റ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഹ്യൂജ് ആയിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഉള്ള കസ്റ്റമേഴ്സിന്റെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് ആണ് ഈ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ്. അപ്പോൾ അതിൽ ഹ്യൂജ് കളക്ഷൻസ് സ്കൈ ഗോൾഡിലൂടെ ഒരുക്കിയിട്ടുണ്ട്. ഷോറൂമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ വിവിധ മേഖലകളിൽ ഉള്ളവരെ ചടങ്ങിൽ ആദരിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെ 5000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് പുതിയ ഷോറൂം സജ്ജമാക്കിയത്. ഇന്ത്യക്കകത്തും പുറത്തുമായി നിർമ്മിച്ച ഏറ്റവും വിസ്തൃതമായ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം പുതിയ ഷോറൂമിൽ അവതരിപ്പിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വൈവിധ്യമാർന്ന ആഭരണങ്ങൾക്കൊപ്പം ബജറ്റിനനുസൃതമായി പർച്ചേസ് സ്കീമുകളും 9, 14, 18, 22 ക്യാരറ്റുകളിലുള്ള ആഭരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്കൈ ഗോൾഡിന്റെ 5000 സ്ക്വയർ ഫീറ്റ് ഒരു വിശാലമായ ഷോറൂമാണ് വന്നത്. ഏകദേശം 6000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഓഫർ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു 10,000 രൂപ മേക്കിംഗ് ചാർജ് വരാണെങ്കിൽ അടുത്ത പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 10,000 രൂപ മേക്കിംഗ് ചാർജ് നിങ്ങൾക്ക് എന്തായാലും ഫ്രീ ആയി കിട്ടുന്നതാണ്. 1 പവന്റെ ആഭരണം എടുക്കുമ്പോൾ 1 പവന്റെ മേക്കിംഗ് ചാർജ് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് അപ് ടു 30% ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ പഴയ സ്വർണ്ണം പഴയ സ്വർണ്ണം എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 1 ഗ്രാമിന് 100 രൂപ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ സ്കൈ ഗോൾഡ് ഒരുക്കിയിട്ടുണ്ട്.
പ്രധാന വാർത്തകൾ വീണ്ടും. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യ. സ്കൂളിനെതിരെ പ്രതിഷേധം. SFIയും MSFും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം. തേജസ് ആത്മഹത്യ ചെയ്തത് അവധിക്കാലത്തെന്നും അന്വേഷണം നടത്തി കാരണം കണ്ടെത്തണമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ. മരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമമെന്നും പ്രിൻസിപ്പൽ. പല്ലപ്പുഴയിൽ മിനി ലോറി മരത്തിലിടിച്ച അപകടം. ഡ്രൈവർ മരിച്ചു. കുറുവട്ടൂർ സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. വണ്ടി ഓടിക്കുമ്പോൾ ഹൃദയാഘാതമുണ്ടായതെന്ന് സംശയം. വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കും ഒടുവിൽ മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം ശനിയാഴ്ച പൊളിക്കും. ബസ് സ്റ്റാൻഡിലെ സ്ഥല പരിമിതിക്കും കെട്ടിടം പൊളിക്കുന്നതോടെ പരിഹാരമാകും. UDF ഭരിക്കുന്ന കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ താൽക്കാലിക വാച്ചർ നിയമനത്തിൽ ക്രമക്കേടെന്ന ആരോപണവുമായി BJP. നടപടിക്രമങ്ങൾ പാലിക്കാതെ ഭരണസമിതിയുടെ ആളുകളെ തിരികെ കയറ്റി. ആദിവാസി ഉന്നതിയിൽ നിന്ന് ഒരാളെയെങ്കിലും പരിഗണിക്കണമെന്ന് നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.